ഒരു എഴുത്തുകാരൻ മരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ശരീരം മാത്രമാണ് ഇല്ലാതാകുന്നത്. എന്നാൽ അദ്ദേഹത്തിൻ്റെ ചിന്തകളും സ്വപ്നങ്ങളും സമൂഹത്തോടുള്ള ചോദ്യങ്ങളും തലമുറകളിലൂടെ ജീവിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ ഒരു ശാശ്വത സാന്നിധ്യമാണ് പി കേശവദേവ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തെയും സാഹിത്യത്തെയും ഓർമ്മിപ്പിച്ചുകൊണ്ട് പി കേശവദേവ് അനുസ്മരണ പ്രഭാഷണം നടത്തുന്നതിനായി കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട വനിതാ ശിശുവികസന വകുപ്പ് മന്ത്രി ശ്രീമതി ബിന്ദു കൃഷ്ണ അവർകളെ സാദരം ക്ഷണിക്കുന്നു. മലയാളത്തിൻ്റെ അതുല്യ പ്രതിഭ പി കേശവദേവ് ഓർമ്മകൾ നിറഞ്ഞു നിൽക്കുന്ന ഈ മഹനീയമായ സമ്മേളനത്തിൽ സ്വാഗതം അരുളിയ പി കേശവദേവ് ട്രസ്റ്റിൻ്റെ മാനേജിംഗ് ട്രസ്റ്റി ബഹുമാന്യ ഡോക്ടർ ജ്യോതിദേവ് കേശവദേവ്, ആമുഖ പ്രഭാഷണം നടത്തിയ പി കേശവദേവ് സാഹിത്യ പുരസ്കാര കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ ജോർജ് ഓണക്കൂസ്, നമ്മുടെ ഈ പുരസ്കാരദാനം നിർവഹിച്ച് വേദി വിട്ടിറങ്ങിയ കേരളത്തിൻ്റെ ജനപ്രിയ മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശൻ അവർകൾ, വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന ഇവിടെ എല്ലാവരും അടയാളപ്പെടുത്തിയതുപോലെ മലയാള സാഹിത്യ തറവാട്ടിൽ തൻ്റേതായ ഇടം നേടിയ ആ പൂമുഖത്ത് ഒരു കസേര പിടിച്ചിട്ടിരിക്കുന്ന ഏറ്റവും പ്രതിഭാശാലിയായ എഴുത്തുകാരൻ ശ്രീ സുഭാഷ് ചന്ദ്രൻ, അതുപോലെ ഇന്നാണ് ഡോക്ടറെ തങ്കം സുബ്രഹ്മണ്യനെ കുറിച്ച് കേൾക്കുന്നത്. മുമ്പ് ഡോക്ടർ പറഞ്ഞിരുന്നു, എങ്കിലും നേരിട്ട് കണ്ടപ്പോൾ ഒരുപാട് എന്താ പറയുക, എങ്ങനെ പറയണമെന്നറിയില്ല, വിവരിക്കാൻ വാക്കുകളില്ല. നമുക്ക് ഏവർക്കും പ്രിയപ്പെട്ട, സാധാരണ ഇന്നത്തെ കാലത്ത് എല്ലാവരും പ്രസംഗമേ ഉള്ളൂ, പ്രവൃത്തികളിലൂടെ കാണിച്ചു തന്ന മനുഷ്യത്വവും മാനവിക മൂല്യങ്ങളും പ്രവൃത്തിയിലൂടെ കാണിച്ചു തന്ന ഡോക്ടർ തങ്കം സുബ്രഹ്മണ്യൻ, പ്രിയപ്പെട്ട സുനിത ജ്യോതിദേവ്, അതുപോലെ പ്രിയപ്പെട്ട ശ്രീ വിജയകൃഷ്ണൻ, അതുപോലെ പ്രിയപ്പെട്ട ശ്രീ ഡോക്ടർ ബാലഗോപാൽ, പ്രിയങ്കരിയായ നമ്മളൊക്കെ ഒരുപാട്, ഞാനടക്കം ഒരു തലമുറ ഒരുപാട് വായിച്ചറിഞ്ഞിട്ടുള്ള അമ്മ സീതാലക്ഷ്മി ദേവ് അടക്കം ഡോക്ടറുടെ മകനും കുടുംബവും ഉൾപ്പെടെ ശ്രീ പി കേശവദേവിനെയും കുടുംബത്തിനെയും സാഹിത്യത്തെയും സ്നേഹിക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, സത്യം പറഞ്ഞാൽ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിലേറെ സന്തോഷമുണ്ട്. മനുഷ്യനാണ് ഏറ്റവും വലിയ സത്യമെന്ന് അക്ഷരങ്ങളിലൂടെ ലോകത്തെ ബോധ്യപ്പെടുത്തിയ സാഹിത്യകാരൻ കൂടിയാണ് ശ്രീ പി കേശവദേവ്. ഞാനെന്ന ആ വ്യക്തി എൻ്റെ ചെറുപ്പത്തിൽ രാമനാമത്തിന് ശേഷം ആദ്യം പാടി പതിഞ്ഞ പാട്ടെന്ന് പറയുന്നത് ഓടയിൽ നിന്ന് സിനിമയിലെ അമ്മേ അമ്മേ നമ്മുടെ അമ്പിളി മാമൻ എപ്പോൾ വരും എന്നുള്ള പാട്ടായിരുന്നു. എത്രയോ വർഷം പാടി നടന്നതാ. അങ്ങനെ അക്ഷരം ചേർത്ത് വായിക്കാറായപ്പോൾ വായിച്ച കൃതികളിലൊന്നുകൂടിയാണത്. അതുൾപ്പെടെ ഒട്ടുമിക്ക കൃതികളും അക്കാലങ്ങളിൽ വളരെ ആവേശത്തോടുകൂടി വായിച്ച് തീർത്തിട്ടുള്ളതാണ്. മലയാള സാഹിത്യം എന്ന് പറയുന്നത് നമ്മളെ എല്ലാവരെയും എപ്പോഴും പ്രചോദിപ്പിക്കുന്ന ഒന്ന് തന്നെയാണ്. അതുപോലെ ഏറ്റവും വലിയ പ്രതിഭയും മനുഷ്യസ്നേഹിയും അനീതികൾക്കെതിരെ പോരാടിയ, ഇവിടെ ആമുഖത്തിൽ പറഞ്ഞതുപോലെ തൂലിക പടവാളാക്കിയ എഴുത്തുകാർ, അത് കേരളത്തിൻ്റെ സാമൂഹ്യ നവോത്ഥാന രംഗത്ത് അവർ വഹിച്ച പങ്ക് നിസ്തുലമാണ്. ഇന്ന് നമ്മളെല്ലാവരും കാണുന്ന രീതിയിൽ കുറേയെങ്കിലും നമ്മുടെ സമൂഹം നന്നായിട്ടുണ്ട് എങ്കിൽ ഈ നമ്മുടെ പ്രതിഭാധനരായ ഈ എഴുത്തുകാരെ പോലെയുള്ള ഒത്തിരി സാഹിത്യകാരന്മാരുടെ സർഗാത്മക ഇടപെടൽ കൂടി ഉള്ളതുകൊണ്ടാണ് എന്ന് നാം തിരിച്ചറിയുകയാണ്. ഒരു സാഹിത്യകാരനെ അടയാളപ്പെടുത്തുന്നത് അദ്ദേഹത്തിൻ്റെ ജനനം മുതൽ മരണം വരെയുള്ള കാലഘട്ടം വെച്ചിട്ടല്ല, മറിച്ച് മരണാനന്തരവും അദ്ദേഹം നമ്മുടെ സമൂഹത്തിന് നൽകിയിട്ടുള്ള ആശയങ്ങൾ, ജീവിത മൂല്യങ്ങൾ, അതെല്ലാം കൂടി ചേർത്ത് വെച്ചുകൊണ്ട് മാത്രമേ നമുക്കൊരു സാഹിത്യകാരനെ അടയാളപ്പെടുത്താൻ കഴിയുകയുള്ളൂ. ആ നിലയ്ക്ക് പി കേശവദേവ് എന്ന് പറയുന്ന കേരളത്തിൻ്റെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ്റെ പ്രസക്തി ഇന്നുമുണ്ട് നമ്മുടെ സമൂഹത്തിൽ. നമ്മൾ എന്തെല്ലാം നേടിയെടുത്തു എന്ന് പറയുന്നത്, കാരണം മനുഷ്യരെല്ലാം സമന്മാരാണ്, മാനവികതയാണ് ഏറ്റവും വലിയ കാര്യം എന്നതൊക്കെയാണല്ലോ ഏറ്റവും കൂടുതൽ ഉദാത്തമായി നമ്മൾ പറയുന്നത്. പക്ഷേ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ അത് മാറിക്കൊണ്ടിരിക്കുക. 60കളിലും 70കളിലും 80കളിലുമൊക്കെ ഏറ്റവും കൂടുതൽ ചെറുപ്പക്കാരെയും വിദ്യാർത്ഥികളെയും അടക്കം ആകർഷിച്ച ആശയമെന്ന് പറയുന്നത് ഒരു ക്ലാസ്ലെസ് സൊസൈറ്റിയാണ്.
ജാതിരഹിത സൊസൈറ്റിയാണ്, സമൂഹമാണ്. പക്ഷേ ഇപ്പോൾ കുറേയൊക്കെ അത്തരം കാര്യങ്ങളിലേക്ക് പോകുന്നുവോ എന്ന് സംശയിക്കുന്ന കാലത്ത് അനീതികൾക്കെതിരെയുള്ള, അസമത്വങ്ങൾക്കെതിരെയുള്ള പോരാട്ടമാണ് അദ്ദേഹത്തിൻ്റെ കൃതികളിൽ എല്ലായിടത്തും നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഓരോ കൃതികളിലും നമ്മൾ കാണുന്നത് ആ ഓരോ മനുഷ്യരെ അടയാളപ്പെടുത്തുന്ന, ഒരു പക്ഷേ സാധാരണ ഒരു കാര്യം നിസ്സാരമെന്ന് നമുക്ക് തോന്നുന്ന ഓരോ ആത്മചിന്തകൾ അതൊരു വലിയ കഥാതന്തുവായി പരിണമിച്ച് വികാസം പ്രാപിച്ച് മുന്നോട്ട് പോകുന്നതാണ്. നിസ്സാരമെന്ന് തോന്നുന്നതും അതുപോലെ തന്നെ താരതമ്യേന അത്ര പ്രസക്തമല്ല എന്ന് തോന്നുന്ന സംഭവങ്ങൾ പോലും കഥയ്ക്ക് വിഷയമാക്കിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ സാഹിത്യകൃതികൾ രചിക്കപ്പെട്ടു. അയൽക്കാർ, ഭ്രാന്താലയം, ഉലക്ക, നദി, അതുപോലെ ആർക്കു വേണ്ടി തുടങ്ങിയ കൃതികളും നേരത്തെ മുഖ്യമന്ത്രി പരാമർശിച്ചതുപോലെ എതിർപ്പുകൾ എന്ന ആത്മകഥയുമടക്കം ഓരോ സാഹിത്യകൃതിയും നമുക്ക് സമ്മാനിച്ചത് തീർച്ചയായും വലിയ വായനാനുഭവങ്ങൾ മാത്രമല്ല, അതൊരു സാമൂഹിക യാഥാർത്ഥ്യങ്ങൾ കൂടിയാണ്. ഒരു റിക്ഷാക്കാരൻ്റെ ജീവിതത്തിലൂടെയാണ് മനുഷ്യൻ്റെ ആത്മാഭിമാനത്തിൻ്റെ വിലയടക്കം അടയാളപ്പെടുത്തിയത്. അതുപോലെ സാമൂഹിക അവഗണനയ്ക്കെതിരായിട്ടുള്ള വലിയൊരു സന്ദേശം കൂടി അത്തരം കാര്യങ്ങളിൽ രേഖപ്പെടുത്തുകയുണ്ടായി. അതുപോലെ തന്നെ അയൽക്കാരനിലൂടെ മനുഷ്യബന്ധങ്ങളുടെയും സാമൂഹിക യാഥാർത്ഥ്യങ്ങളുടെയും സങ്കീർണത ആവിഷ്കരിച്ചതും നമുക്ക് മറക്കാനാകില്ല. കൃതികളെല്ലാം തന്നെ അത്രത്തോളം പ്രിയപ്പെട്ടതാണ് ഓരോ മലയാളിക്കും. ആദ്യം സൂചിപ്പിച്ചതുപോലെ പി കേശവദേവ് എന്ന നാമം എന്നും നമ്മുടെ ഇടയിൽ ഉണ്ടാകും. പ്രത്യേകിച്ചും മലയാള ഭാഷയെ സ്നേഹിക്കുന്ന ഓരോരുത്തരുടെയും മനസ്സിൽ എന്നും ഓർമ്മകളായി മാത്രമല്ല, മാർഗദർശിയായി തന്നെ അദ്ദേഹം ഉണ്ടാകും. അദ്ദേഹത്തിൻ്റെ കൃതികൾ ദിശാസൂചികകളായി ഉണ്ടാകുമെന്ന് ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു. 22 വർഷമായി ട്രസ്റ്റ് ഏറ്റവും നന്നായി കൊണ്ടുപോകുന്നത് തീർച്ചയായും പ്രിയപ്പെട്ട ഡോക്ടർ ജ്യോതി ദേവ അവരുടെ ഏറ്റവും സമർപ്പിതമായ പ്രവർത്തനങ്ങളിലൂടെയാണ് എന്ന് നമുക്കറിയാം. ഡോക്ടർ എന്നെ പരിചയപ്പെടുത്തുന്നത് കുറുപ്പേട്ടൻ പരിചയപ്പെടുത്തിയപ്പോഴാണ്. പക്ഷേ ഞാൻ ഡോക്ടറെ പരിചയപ്പെടുന്നത് അതിനും എത്രയോ കാലം മുമ്പാണ്. 2000 ഞാൻ LLMന് ഇവിടെ ഗവൺമെൻറ് ലോ കോളേജ്, തിരുവനന്തപുരം ഗവൺമെൻറ് ലോ കോളേജ് പഠിക്കുമ്പോൾ എൻ്റെ അമ്മ രോഗബാധിതയായി ആശുപത്രിയിൽ അഡ്മിറ്റായി, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ. അപ്പോൾ വാർഡിലാണ് കിടക്കുന്നത്. അപ്പോൾ സ്ത്രീകൾ ആരെങ്കിലും കൂടെ നിൽക്കാൻ, മറ്റുള്ളവരൊന്നും ബുദ്ധിമുട്ടിക്കാതെ ഞാൻ തന്നെയാണ് അമ്മയോടൊപ്പം 1.25 മാസം ആശുപത്രിയിലുണ്ടായിരുന്നു. അത്രയും നാളും ഞാൻ തന്നെയാണ് എൻ്റെ അമ്മയോടൊപ്പം ഉണ്ടായിരുന്നത്. അപ്പോൾ ഡോക്ടർ മുരുകേശൻ്റെ യൂണിറ്റിൽ ജ്യോതിദേവ് സാർ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ജ്യോതിദേവ് ഡോക്ടർമാർ വന്ന് പരിശോധിക്കും, ആരാണെന്നും നമുക്കറിയാൻ നിവർത്തിയില്ലല്ലോ അക്കാലത്ത്. പക്ഷെ ആരോ പറഞ്ഞു ഇങ്ങനെ പി കേശവദേവൻ്റെ മകനാണെന്ന്. എനിക്കുണ്ടായ ആരാധന, കാരണം ചെറുപ്പത്തിലെ പുസ്തകങ്ങളെല്ലാം വായിച്ച ആളായതുകൊണ്ട് വലിയ ആരാധനയാണ്. ഞാൻ ചെന്ന് അദ്ദേഹത്തോട് ചോദിക്കുകയും ചെയ്തു, ശരിയാണോ, ഇന്നാളുടെ മകനാണോ എന്ന് ചോദിച്ചു. ആണ് എന്നറിഞ്ഞപ്പോഴുണ്ടായ സന്തോഷം ഇന്നും എൻ്റെ മനസ്സിൽ അതേ തെളിമയോടുകൂടി നിൽക്കുകയാണ്. ഞാൻ LLM എക്സാമൊക്കെ എഴുതുന്നത് ആ ഹോസ്പിറ്റലിൽ നിന്ന് പോയിട്ടാണ്. അന്ന് തൊട്ട് അദ്ദേഹത്തെ അറിയാം. പിന്നീട് അടുത്തിടപഴകാൻ ഇന്നും പി കേശവദേവ് എന്ന് പറയുന്ന മലയാളത്തിൻ്റെ ഏറ്റവും മികച്ച സാഹിത്യകാരൻ്റെ മകൻ, ഒരുപക്ഷെ ആധുനിക ചികിത്സാ രംഗത്ത് ഏറ്റവും കൂടുതൽ വ്യക്തിമുദ്ര പതിപ്പിച്ചിരിക്കുന്ന ആൾ കൂടിയാണ്. ആ ഏറ്റവും ഉന്നതമായ വ്യക്തിത്വത്തിൻ്റെ ഭാഗമായി അദ്ദേഹത്തിൻ്റെ ക്ഷണപ്രകാരം ഇവിടെ വരാൻ കഴിഞ്ഞതിലുള്ള സന്തോഷവും ഈ സന്ദർഭത്തിൽ അറിയിക്കുകയാണ്. ഒപ്പം തന്നെ നമ്മളെല്ലാം ഇവിടെ എനിക്ക് മുമ്പ് സംസാരിച്ച ബഹുമാന്യ വ്യക്തിത്വങ്ങളെല്ലാം സൂചിപ്പിച്ചതുപോലെ ശ്രീ സുഭാഷ് ചന്ദ്രൻ മാധ്യമപ്രവർത്തകൻ എന്ന നിലയിലും എഴുത്തുകാരൻ എന്ന നിലയിലും മലയാളിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആൾ തന്നെയാണ്. നമ്മുടെ ഓരോരുത്തരും കുടുംബത്തിലൊരു അംഗമെന്ന നിലയിൽ പ്രതിഭാധനനായ അദ്ദേഹത്തെ നമ്മളെല്ലാവരും ഓർക്കുന്നു. ഞങ്ങൾ തമ്മിൽ പറയുകയായിരുന്നു, മുൻപൊക്കെ സംസാരിച്ച് വന്നപ്പോഴാണ് മനസ്സിലായി ഞങ്ങൾ സമപ്രായക്കാരാണ്. അപ്പോൾ നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് ഈ പ്രായം എന്ന് പറയുമ്പം വളരെ ഏജായ അല്ലേ, അച്ഛനും അമ്മയും അമ്മൂമ്മയും അപ്പൂപ്പനും ഒക്കെ ഒരുപാട് വയസ്സായ ആളുകളായിട്ട് തോന്നും. നമുക്കിപ്പോഴും ഒരു സ്റ്റുഡൻറ്റ് മനസ്സാണ്, ശരിക്കും ഒരു വിദ്യാർത്ഥികളുടെ മനസ്സാണ് നമുക്ക് ഓരോരുത്തർക്കും ഉള്ളത്. ആ അർത്ഥത്തിൽ കേരളത്തിൻ്റെ സാഹിത്യ രംഗത്ത് ഇനിയും ഒരുപാട് സംഭാവനകൾ, വിലമതിക്കാനാവാത്ത സംഭാവനകൾ നൽകുവാൻ അദ്ദേഹത്തിന് കഴിയും. അതിനുള്ള പ്രതിഭയും സർഗശേഷിയും അദ്ദേഹത്തിനുണ്ട്. ഉത്തരോത്തരം അദ്ദേഹത്തിൻ്റെ കൃതികൾ നമ്മളെ സന്തോഷിപ്പിക്കാൻ, മലയാള ഭാഷയെ പരിപോഷിപ്പിക്കുവാൻ എന്നും ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ആ അവാർഡ് ജേതാവിന് എല്ലാവിധ അഭിനന്ദനങ്ങളും അർപ്പിക്കുന്നു. അതുപോലെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രിയപ്പെട്ട ഡോക്ടർ തങ്കം സുബ്രഹ്മണ്യൻ, എല്ലാവരും മരണാനന്തര അവയവദാനത്തെക്കുറിച്ച് നമ്മൾ വളരെ പറയാറുണ്ട്. അല്ലാത്ത സമയത്തൊക്കെ കാണുന്നത് ഭൂരിപക്ഷവും ഒന്നുകിൽ ഉറ്റ ബന്ധുക്കൾക്ക് ഇതുപോലുള്ള ഒരു സന്നിഗ്ധാവസ്ഥ വരുമ്പോൾ നമ്മൾ സഹായിക്കാൻ ചെയ്യാറുണ്ട്. അതൊന്നുമല്ലാത്ത, ഒരു പരിചയവുമില്ലാത്ത ഒരാൾക്ക് വേണ്ടി സ്വന്തം ഒരു ഓപ്പറേഷന് വിധേയയായി അവയവദാനം ചെയ്ത് ജീവിച്ചിരിക്കുന്ന മാനവികതയുടെ ഉജ്ജ്വല പ്രതീകമായ
ഡോക്ടർ തങ്കം സുബ്രഹ്മണ്യനെ ഈ ഒരു അവാർഡിന് തിരഞ്ഞെടുത്തത് പ്രത്യേകമായി ജൂറിയെയും ട്രസ്റ്റിനെയും അതിനോടുള്ള നന്ദി പ്രകടിപ്പിച്ചുകൊണ്ട് ഡോക്ടർ തങ്കം സുബ്രഹ്മണ്യനെ അഭിനന്ദിച്ചുകൊണ്ട് ഈ സമ്മേളനത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു. ഒരിക്കൽ കൂടി മലയാളത്തിൻ്റെ അതുല്യ കലാകാരൻ്റെ ഒരിക്കലും മരിക്കാത്ത ഓർമ്മകൾക്ക് മുന്നിൽ, ആ ദീപ്ത സ്മരണകൾക്ക് മുന്നിൽ ബാഷ്പാഞ്ജലി അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.